ഹലോ എല്ലാവരും. വിശകലന സമൂഹം നിങ്ങളോടൊപ്പമുണ്ട്. ദേജ് കഴുത കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി പരിഗണിക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും. ഈ അവലോകനം 2025 ഏപ്രിൽ 9 നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി കഴുത കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽ പെടുന്നു. 28 കമ്പനികൾ വിലയിരുത്തലിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാനത്തിൽ അന്തിമ പരിഹാരങ്ങൾ കണ്ടെത്തുക. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം 10 പോയിന്റിൽ 1.5. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.9 പോയിന്റ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.9 പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ സ്കോറായ 1.5 പോയിന്റിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം കമ്പനികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു. 36.8% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 17.1%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കമ്പനിയുടെ വിപണി മൂലധനം $372 3 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $588 ബില്യൺ ആണ്. 63.294% പങ്കുവഹിക്കുന്നു. ഇതാണ് ഉപവിഭാഗത്തിന്റെ പ്രധാന നേതാവ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $24.72 ബില്യൺ ആണ്. $136 ബില്യൺ ഉപവിഭാഗ മൂലധനം. 18.135% വിഹിതം. വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം. വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 63.294%. പുസ്തക മൂല്യം 18.135%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ 71% കുറവാണ്. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം -1 പോയിന്റ്. സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ $18.45 ബില്യൺ ആണ്. മൂലധനത്തിന്റെ 73%വും ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടമാണ്. കമ്പനിയുടെ കടങ്ങൾക്കുള്ള റേറ്റിംഗ് സഹിക്കാവുന്ന 0 പോയിന്റ്. കമ്പനിയുടെ വിപണി വിലയുടെ ബാലൻസ് അതിന്റെ ലാഭം 42.7 ആണ്. 43.3 എന്ന ഉപവിഭാഗ ശരാശരിയേക്കാൾ 1% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $8,711 മില്യൺ ആണ്. വരാനിരിക്കുന്ന 12 മാസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന വരുമാനം $11,544 മില്യൺ ആണ്. നിലവിലുള്ളതിനേക്കാൾ 32.5% കൂടുതൽ. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം 9.6 ആണ്. ഉപവിഭാഗ ശരാശരി 3.5 ആണ്. ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ 174% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള ഓഹരി വിപണി മൂല്യത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $38,880 മില്യൺ ആണ്.
വരാനിരിക്കുന്ന 12 മാസത്തെ ഭാവി വരുമാനം $51,520 മില്യൺ ആണ്. നിലവിലെ സമയത്തേക്കാൾ 33% കൂടുതലാണിത്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. മാർജിൻ 22.4%. ഉപവിഭാഗത്തിന് ശരാശരി 8%. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 14.4%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 3.936%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ 1508% കുറവാണ്. ഇത് കമ്പനിയുടെ വിപണി വിലയിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. ഒരുപക്ഷേ പുനർമൂല്യനിർണ്ണയത്തിലേക്ക്. ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനം $26,594,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $1,654,000 ഉണ്ട്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം 1507.9%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭം $622.3 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി $38.2 ആണ്. കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 1531%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പനയുടെ വിഹിതം $2,777 ആണ്. ഉപവിഭാഗം പ്രകാരം $476,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 483%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 1.9%. ഉപവിഭാഗത്തിന് ശരാശരി 2.1%. ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ ഒരു വിലയിരുത്തലാണ്. സൂചകം Y14 കമ്പനിക്ക് 38% നിലവാരം കാണിക്കുന്നു. ഉപവിഭാഗത്തിന് ഈ നില 31%. ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികളുടെ മൂല്യം കമ്പനിയുടേതിനേക്കാൾ കുറവാണ്. കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ വില ഏകദേശം $870 ആണ്. കമ്പനിയുടെ സ്റ്റോക്ക് വിലയുടെ സമവായ എസ്റ്റിമേറ്റ് ഏകദേശം $1086 ആണ്. യഥാർത്ഥ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 25%. ഓർഡർ ടേബിൾ നോക്കാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ പരസ്യമായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത്. അവസാനം വരെ വീക്ഷിച്ചതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി. നിങ്ങൾ മികച്ച പ്രേക്ഷകരാണ്.